ന്യൂനപക്ഷ ക്ഷേമം എനിക്ക് പരിചയമുള്ള ഒരു മന്ത്രാലയമാണ്. മൈനോറിറ്റി കമ്മീഷന്റെ വൈസ് ചെയർമാൻ എന്ന രീതിയിൽ അതിന്റെ സ്കീമുകൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യ മുഴുവൻ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. അതിന്റെ നിയമങ്ങളൊക്കെ തന്നെ, സ്കീമുകൾ എല്ലാം തന്നെ എനിക്ക് മനഃപ്പാഠമാണ്. പിന്നെയുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട, തീരദേശ ജനതയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഫിഷറീസാണ്. അതുപോലെ തന്നെ കർഷകരെ, ക്ഷീരകർഷകരെ ബാധിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ക്ഷേമം നോക്കുന്ന അനിമൽ ഹസ്ബൻഡറിയാണ് ആൻഡ് ഡയറി. അപ്പോൾ ഈ രംഗത്ത് എന്നാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുന്നതാണ്, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ രണ്ട് മിനിസ്ട്രിയും കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇല്ല, അതിന്റെ ബന്ധപ്പെട്ടവരുമായിട്ട് സംസാരിച്ചിട്ട് മാത്രമേ അതിനെപ്പറ്റി പറയാൻ സാധിക്കുള്ളൂ. കാരണം ക്ഷീരകർഷകര് അവരുമായിട്ട് സംസാരിച്ചിട്ടില്ല അതിനെപ്പറ്റി, അവരല്ലേ അതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അതുപോലെ തന്നെ മൈനോറിറ്റി അഫയേഴ്സിന്റെ പദ്ധതികൾ, അതെനിക്കറിയാവുന്ന പദ്ധതികളാണ്. അതിന് അതിൻ്റെതായിട്ടുള്ള വ്യവസ്ഥകളുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അത് നടപ്പിലാക്കും. അങ്ങേക്ക് ലഭിച്ചിരിക്കുന്ന വകുപ്പുകളെല്ലാം തന്നെ ന്യൂനപക്ഷമായാലും ഒപ്പം തന്നെ ഫിഷറീസ് ആയാലും മൃഗസംരക്ഷണമായാലും കേരളവുമായി ബന്ധമുള്ള പദ്ധതികളാണ്. അതപ്പോ അത് അറിഞ്ഞുകൊണ്ട് തന്നെ അങ്ങയെ ഏൽപ്പിച്ചതാണ് എന്നാണോ കരുതുന്നത്? അങ്ങനെ കരുതുന്നു. മലയാളിയായതുകൊണ്ടും കേരളമായതുകൊണ്ടും തീരദേശം ധാരാളമുള്ള ഒരു പ്രദേശമാണല്ലോ കേരളം. അപ്പോൾ അങ്ങനെ അതിന് ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കാനായിരിക്കണം അത് തന്നതെന്ന് ഞാൻ കരുതുന്നു. ഈ അടുത്ത കാലത്ത് തീരദേശം കേന്ദ്രീകരിച്ചുകൊണ്ട് നിരവധി സമരങ്ങൾ, പ്രത്യേകിച്ച് കടലാക്രമണം അടക്കമുള്ള വിഷയങ്ങളൊക്കെ വലിയ രീതിയിൽ ഉയർന്നു നിൽക്കുന്ന ഒരു സമയമാണ്. ഈ ഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ട് എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? അല്ല, ആ ജനങ്ങളുമായിട്ട് സംസാരിച്ചിട്ട് അതിന് പരിഹാരം എന്നുള്ള രീതിയിൽ അവർ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കും. പ്രത്യേക പദ്ധതികൾ കേരളത്തിലെ ജനങ്ങൾക്കോ അല്ലെങ്കിൽ ഈ വകുപ്പുകളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മനസ്സിലുണ്ടോ? ഇപ്പൊ ഈ മിനിസ്ട്രി ഈ വകുപ്പ് കിട്ടിയതല്ലേ ഉള്ളൂ. അപ്പൊ നമ്മൾ റെഡിമെയ്ഡായിട്ട് പദ്ധതി പറയുന്നത് എങ്ങനെ നടപ്പിലാക്കാൻ സാധിക്കുക? അത് അവരുമായിട്ട് സംസാരിച്ചിട്ട് വേണമല്ലോ. അങ്ങനെയാണല്ലോ, ആ ജനവിഭാഗമായിട്ട് സംസാരിച്ചിട്ട് അങ്ങനെയല്ലേ നമ്മൾ പദ്ധതികൾക്ക് രൂപം കൊടുക്കുന്നത്. അങ്ങനെ രൂപം കൊടുക്കണം. ഈ ന്യൂനപക്ഷ വിഭാഗവും അതോടൊപ്പം തന്നെ സർക്കാരും തമ്മിലുള്ള ബന്ധം വഷളാണെന്ന തരത്തിൽ വലിയ തരത്തിൽ വിമർശനങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ വലിയ രീതിയിലുണ്ടായിരുന്നു. അപ്പം തെരഞ്ഞെടുപ്പ് പ്രചാരണം അടക്കമുള്ള കാര്യങ്ങൾ വലിയ ചർച്ചയായതാണ്. അപ്പൊ ഈ ബന്ധം ഊഷ്മളമാക്കാൻ ഏതൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങളായി? സർക്കാരുമായിട്ട് പറഞ്ഞ കേരള സർക്കാരോ കേന്ദ്ര സർക്കാരോ? കേന്ദ്ര സർക്കാരുമായിട്ട് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് കേരള രാഷ്ട്രീയം ഇപ്പോൾ നിരീക്ഷിക്കുന്നവർക്ക്, ചില പൊട്ടലും ചീറ്റലും ഒക്കെ കാണുന്നവർക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് റിസൾട്ട് വന്നതിന് ശേഷം മനസ്സിലാക്കുന്നത്. കൂടുതൽ ന്യൂനപക്ഷത്തിലേക്ക് അടുക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. അല്ല, ന്യൂനപക്ഷ ക്ഷേമം എന്ന് പറഞ്ഞാൽ അവരുമായിട്ട് അടുക്കാതെ എങ്ങനെ നടപ്പിലാക്കാൻ സാധിക്കുന്നത്? അവരുമായിട്ട് അകന്ന് നിന്നുകൊണ്ട് അവരുടെ ക്ഷേമം നടത്താൻ പറ്റുമോ? തീർച്ചയായിട്ടും അടുത്തുകൊണ്ട് തന്നെയായിരിക്കും അവരുടെ പ്രശ്നങ്ങളും. ഈ യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന അവസരത്തിൽ അതിൻ്റെ അകത്ത് കേന്ദ്രവുമുണ്ട് സംസ്ഥാനവുമുണ്ട്. അങ്ങനെ അത് നടപ്പിലാക്കാൻ പറ്റില്ല. കേന്ദ്ര പദ്ധതികളെല്ലാം തന്നെ സംസ്ഥാനത്തിന്റെ സഹകരണത്തിലൂടെ ആണല്ലോ നടപ്പിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ആ രീതിയിലേ പോകാൻ പറ്റുള്ളൂ. സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അഭിനന്ദനമോ എന്തെങ്കിലും ലഭിച്ചോ, ആശംസകളോ ഒക്കെ അറിയിപ്പ് ലഭിച്ചോ? അല്ല, അങ്ങനെ ഒരു രീതിയില്ലല്ലോ. സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിലെ മന്ത്രിമാരെ വിളിച്ചിട്ട് സംസ്ഥാന സർക്കാരിന്റെ ആശംസകൾ പറയുക എന്നുള്ള രീതി അങ്ങനെയില്ല. ഇപ്പൊ BJP ഭരിക്കുന്ന സംസ്ഥാനത്താണല്ലോ അതില്ലല്ലോ. അതെല്ലാം അണ്ടർസ്റ്റുഡ് അല്ലേ. ഇതിന്റെ നമ്മുടെ സിസ്റ്റത്തിന്റെ ഭാഗമായതുകൊണ്ട് അതങ്ങനെയാണ് ചെയ്യുക. ഞാൻ കേട്ടില്ല ഏതെങ്കിലും ഒരു BJP ഭരിക്കുന്ന സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ഗവൺമെന്റ് സിസ്റ്റമോ വിളിച്ചിട്ട് പത്രസമ്മേളനം നടത്തിയിട്ട് അങ്ങനെ അഭിനന്ദിച്ചു എന്ന് പറയുന്നത് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടു? എനിക്കറിയില്ല. ഇല്ല, ഞാൻ പറഞ്ഞ അങ്ങനെ സംസ്ഥാന സർക്കാർ ബാക്കിയുള്ളത് കാര്യം നമ്മളിവിടെ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമല്ലല്ലോ. ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഡിസ്കസ് ചെയ്താൽ പോരെ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം 19 MPമാർ കോൺഗ്രസ് CPM ആണ്. എങ്ങനെയായിരിക്കും അവരെയൊക്കെ ഏൽപ്പിച്ചൊരു പ്രവർത്തനം? അല്ല, അവര് ജനപ്രതിനിധികളാണല്ലോ. അവരെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണ്ടേ? അതിനുവേണ്ടിയാണല്ലോ ഓരോ ജനപ്രതിനിധികളും വളരെ മത്സരത്തോടുകൂടി ഒരു കോമ്പറ്റീഷന്റെ അടിസ്ഥാനത്തിൽ അവർ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ശ്രമിക്കുക. അല്ലാതെ ഞാൻ ഇന്ന പാർട്ടിക്കാരനാണ് അതുകൊണ്ട് ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കേണ്ട എന്ന് ഒരു ജനപ്രതിനിധിയും പറയില്ല.
അപ്പോൾ അതുകൊണ്ട് ആ രീതിയിലായിരിക്കുമല്ലോ നടക്കുക. തീരുമാനിച്ചില്ല, ഇപ്പം തീരുമാനിച്ചില്ല. ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ സഭ മാത്രമല്ലല്ലോ, രാജ്യസഭയിൽ തീർച്ചയായിട്ടും ആ കാര്യത്തിൽ സംശയമൊന്നും